അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഒരു കമ്പനിയുടെ മാനേജറാണ്. അവിടെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒരൊറ്റ നേരത്തും നിസ്കരിക്കാറില്ല എന്ന് നിങ്ങൾ അറിഞ്ഞു. എന്താണ് നിങ്ങൾ കാണുന്ന പരിഹാരം? നിങ്ങൾ ഒരു കമ്പനിയുടെ മാനേജറാണ്. അവിടെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒരൊറ്റ നേരത്തും നിസ്കരിക്കാറില്ല എന്ന് നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ കാണുന്ന പരിഹാരമെന്ത്? മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളോ സന്തോഷങ്ങളോ ഇവ രണ്ടുമായി ബന്ധപ്പെട്ട് രണ്ട് തലത്തിലുള്ള മാനസിക പ്രതികരണങ്ങളാണുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഒന്ന് തൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ, വിജയങ്ങളെ ബാഹ്യമായ ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ്. രണ്ടാമത്തത് മനുഷ്യ വിജയങ്ങളും ശാസ്ത്ര വിജയങ്ങളും അതുപോലെ തന്നെ തൻ്റെ പ്രയത്നഫലമായി കൊണ്ടാണ് എല്ലാവിധമായ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന രണ്ട് ബോധങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിൽ ആദ്യമായി ഉണ്ടാവുക. ഈ സ്റ്റാഫ് നമസ്കരിക്കാത്തതിൻ്റെ കാരണം ചെറുപ്പകാലഘട്ടത്തിൽ അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മദ്രസ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മുഅ്മിനായി ഒരു 6-7 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ മതം പ്രാക്ടീസ് ചെയ്യാൻ കൽപ്പിക്കുകയും അതോടൊപ്പം മതേതര രാജ്യത്തും അല്ലാത്ത സ്ഥലത്തും ലോകത്തിൻ്റെ ഏതു കോണിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ആവശ്യമായ ദൈനംദിന പ്രവർത്തനങ്ങളോടൊപ്പം മറ്റു മനുഷ്യരെ സ്വാതന്ത്ര്യത്തോടുകൂടിയും കരുണയോടുകൂടിയും ആർദ്രതയോടുകൂടിയും പെരുമാറാൻ പഠിപ്പിക്കുന്നതോടൊപ്പം മതത്തെ പ്രാക്ടീസ് ചെയ്യാൻ കൂടി പഠിപ്പിക്കുന്നു എന്നതാണ് മദ്രസ സിസ്റ്റവും ശൈശവ കാലഘട്ടത്തിലുള്ള മതം പ്രാക്ടീസിങ്ങിലൂടെയും കൂടി പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ കുറവാണ് ഈ ഒരു സ്റ്റാഫിൽ എനിക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ സ്ഥിരമായി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ പല്ല് തേക്കാറുണ്ട്, കുളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മയോട് ചായക്ക് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ മരണകാലഘട്ടം വരെ ഇങ്ങനെ നീണ്ടുപോകും. അത് നമ്മുടെ ഒരു ശൈലിയാണ്, ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ മതകീയമായ ആചാരങ്ങളും അതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ചെറുപ്പകാലഘട്ടത്തിലുള്ള അഭാവമാണ് ഞാൻ ഈ സ്റ്റാഫിൽ കാണുന്നത്. ഇനി നേരിട്ട് ഞാൻ പോയി പറഞ്ഞാൽ ഒരിക്കലും ആ സ്റ്റാഫ് എന്നെ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ സൗഹൃദ വലയങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക. മനഃശാസ്ത്രവും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുന്നത്, ഒരു മനുഷ്യരോട് നമ്മൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്ക് അവരെ, അതായത് ഒരു ഫ്രണ്ട് സർക്കുലേഷൻ, ഒരു ലൊക്കേഷൻ ഇടുന്ന സമയത്ത് നമ്മുടെ രണ്ട് മനസ്സുകൾ തമ്മിൽ അടുക്കുകയും ആൺ സുഹൃത്തുക്കളായാലും പെൺ സുഹൃത്തുക്കളായാലും ഒരുപോലെ അടുക്കുകയും നമ്മുടെ ഇഷ്ടവിനോദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കേണ്ട ഉപായം. പരിശുദ്ധ ഇസ്ലാമിൽ ഹിക്മത്തോടു കൂടി പ്രവർത്തിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഇടപെടുക. ദിനേന അവരെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുകയും നമസ്കരിക്കുന്ന സമയത്ത് നമ്മോട് കൂടെ കൂട്ടുകയും ചെയ്യുക. കൂട്ടത്തിൽ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ നല്ലോണം എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇസ്ലാമിൻ്റെ തനതായ രൂപങ്ങളും ആദർശവും വിശുദ്ധിയും ഇസ്ലാമിൻ്റെ കരുണയും സ്വാതന്ത്ര്യവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നല്ല വായനാശൈലിയുള്ള ഒരു സ്റ്റാഫ് കൂടി ആയതുകൊണ്ട് ഞാൻ IPV പബ്ലിഷ് ചെയ്ത വിശ്വാസികളുടെ കർമ്മശാസ്ത്രം, വിശ്വാസികളുടെ മനഃശാസ്ത്രം എന്ന സുഹൈൽ നൂറാനിയുടെ ഒരു പുസ്തകം കൂടി സജസ്റ്റ് ചെയ്യും. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.